കാഴ്ചകൾക്ക് കുറവുകളൊന്നുമില്ലാത്ത നാടാണ് ഇടുക്കി. മുട്ടുകാട് പാടശേഖരത്ത് വിരിഞ്ഞ സൂര്യകാന്തി പൂക്കളാണ് ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ പുതിയ കാഴ്ച. കുട്ടനാട് പാടശേഖരത്ത് ജലക്ഷാമത്തെ തുടർന്ന് നെൽകൃഷിക്ക് പകരമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സൂര്യകാന്തി കൃഷിയാണ് നയനമനോഹര കാഴ്ചയൊരുക്കുന്നത്. ഈ കാഴ്ച കാണാൻ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ്. സൂര്യകാന്തി വ്യാപകമായി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പാടങ്ങൾ കണ്ട് ആസ്വദിക്കാൻ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് കേരള അതിർത്തി കടക്കുന്നത്. എന്നാൽ ഇനി സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ അയൽ ജില്ലയിൽ പോകേണ്ട കാര്യമില്ല. ബൈസൺ വാലിയിലെ മുട്ടുകാട് പാടശേഖരത്തിലെത്തിയാൽ മതി പാടം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ട് മടങ്ങാം. ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു 2-3 പാടം നിറച്ചും പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ഈ ഏരിയ ഒരു ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഏരിയ ആയതുകൊണ്ടും നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ ആണ്. മൊത്തം ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി. നമ്മൾ കോട്ടയത്തൊക്കെ കണ്ടിട്ടില്ലേ താമര പൂത്തു എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്, അതുപോലെ ഈ ഒരു ഏരിയ മൊത്തം ആവുകയാണെങ്കിൽ ഇച്ചിരി നല്ല ഭംഗി ഉണ്ടാവും. ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് എന്നും കാഴ്ചകൾക്ക് ഭംഗി കൂട്ടുന്ന ഇടമാണ്. നെൽകൃഷി അവശേഷിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചില പ്രദേശം, തികച്ചും ഒരു കാർഷിക ഗ്രാമം. ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക കർഷകരും നെൽകൃഷിയെ ഉപേക്ഷിച്ചപ്പോഴും നെൽകൃഷിയെ ചേർത്ത് പിടിച്ചവരാണ് മുട്ടുകാട് നിവാസികൾ. എന്നാൽ കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും വെല്ലുവിളിയായി. പിന്നെ ഇപ്പം ഇതിനകത്ത് ചെയ്ത ജിജോ എന്ന് പറഞ്ഞ ചേട്ടൻ, ജിജോ ബാംബുഡേൽ, പുള്ളിക്ക് കൃഷിയോട് ഒരുപാട് താല്പര്യമുള്ള ആളാണ്. അപ്പം അതോടെ കണ്ടിട്ടാണ് ഇത് നമ്മൾ ചെയ്യാന്ന് പുള്ളി ചെയ്ത്, ജിജോ ചേട്ടൻ ചെയ്ത്. ജലത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ 2 കൃഷി ചെയ്തുകൊണ്ടിരുന്നോ, നെൽകൃഷി 2 വർഷത്തിൽ 2 തവണ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പാടം വെറുതെ എടുക്കുകയാണ്. ജലക്ഷാമത്തെ തുടർന്ന് നെൽകൃഷിക്ക് പകരമായി കർഷകനും ടൂറിസം സംരംഭകരുമായ ജിജോ മുട്ടുകാട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സൂര്യകാന്തി കൃഷിയാണിപ്പോൾ ഇവിടെ നയനമനോഹര കാഴ്ചയൊരുക്കുന്നത്. ബൈസൺ വാലി മുട്ടുകാട് വഴി ചിന്നക്കനാലിലേക്കും മൂന്നാറിലേക്കുമൊക്കെ പോകുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ പോകുന്ന കാഴ്ചയൊരുക്കാനായാൽ മുട്ടുകാടിൻ്റെ തലവര മാറ്റാമെന്നാണ് ജിജോയുടെ പ്രതീക്ഷ. പച്ച വിരിക്കുന്ന നെൽപ്പാടവും മുനികറകളുമൊക്കെ ഇതിന് കരുത്തേകും. സൂര്യകാന്തി പൂക്കൾ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി ആളുകൾ മുട്ടുകാട്ടിലെത്തുന്നുണ്ട്. പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവനത്തിന്റെ കഥ കൂടി ഈ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾക്ക് പറയാനുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.